ഗുഡ് മോർണിംഗ്. മേ ഐ ഹെൽപ്പ് യു സർ? ഗുഡ് മോർണിംഗ്. ഒരു 1 റൂം. ഹൗ മെനി ഡേയ്സ് വുഡ് യു ലൈക്ക് ടു സ്റ്റേ ഹിയർ സർ? ഞങ്ങൾ 2 പേരേ ഉള്ളൂ. സാധാരണ ഒരു ഡബിൾ റൂം മതി. അതല്ല സാറ് എത്ര ദിവസം താമസിക്കാനാണ് പ്ലാൻ? ഒറ്റ ദിവസം. ഓക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് 9 മണിയുടെ ബോംബെ ഫ്ലൈറ്റിന് പോകാനുള്ളതാ. അര ദിവസം മതിയാവും. അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് കുളിച്ച് ഫ്രഷ് ആവേണ്ട കാര്യമേ ഉള്ളൂ. പിന്നെ എൻ്റെ വൈഫിനൊന്ന് ടോയ്ലറ്റിൽ പോകണം. അതാ. പാതി ദിവസം നടക്കുമോ? സോറി സർ, പാതി ദിവസത്തേക്കൊരു ബുക്കിംഗ് ഇല്ല. ഫുൾ ഡേ ബുക്കിങ്ങേ ഉള്ളൂ. എന്നാൽ പിന്നെ അത് തന്നെ ഇട്. ജസ്റ്റ് റൈറ്റ് ഡൗൺ ദ ഡീറ്റെയിൽസ്. സാറിൻ്റെ പേരും വിലാസവും എഴുതിക്കോളൂ. ഓ. $602. ആ. ഹാവ് എ നൈസ് ഡേ സർ. അവിടെ റൈറ്റിലേക്ക് പോയാൽ മതി, ലിഫ്റ്റ് ഉണ്ട്. ഇതില് ജോർജേട്ടോ, ഇവിടുന്ന് ഏതാ ഈ 9 മണിക്ക് ബോംബെ ഫ്ലൈറ്റ്? എനിക്ക് ഇന്നും മനസ്സിലാവാത്തതേ, യവന്മാർക്കൊക്കെ പണി ഒപ്പിച്ചങ്ങ് പോയാൽ പോരെ. ഒരു ഫുൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ടേ വരൂ. കേൾക്കുന്ന നമ്മളിത് വിശ്വസിക്കില്ല എന്ന് യവന്മാർക്കറിയാം. എന്നാലും വെറുതെ ഒരു സീൻ എഴുതും. ഓർമ്മയുണ്ടല്ലോ, കാണുമ്പോൾ ഒരു ഹായ് അല്ലെങ്കിൽ ഹലോ, പിന്നെ ഒന്നിനും ഉത്തരം വേണ്ട. നല്ല അഹങ്കാരിയായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ വെറുതെ TV നോക്കിയിരുന്നാ മതി. ഓക്കെ? ഹായ്. നമ്മുടെ എല്ലാ തവണത്തെ റീയൂണിയൻ പോലെ ദിസ് ടു ഹാപ്പൻസ് ഓൺ എ 5th, മൈ ലക്കി ഡേറ്റ്. വീണ്ടും കാണണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കോഫി ഷോപ്പിൽ വിളിക്കാതെ ഹോട്ടലിൽ റൂം എടുത്ത് വിളിച്ചത് ഡസ് പാപ്പ് മൈ ഈഗോ. പൂർണ്ണമായി എൻ്റെ മുമ്പിൽ അടിയേറെ പറയുമ്പോൾ നിനക്കൊരു കിക്ക് കിട്ടാറുണ്ടെന്ന് എനിക്കറിയാം. യു കാൺട്ട് എസ്കേപ്പ് മൈ ലവ് ഡാർലിംഗ്. ഐ നോ യു കാൺ ലിവ് വിതൗട്ട് മൈ ഹീറ്റ് ഫോർ ലോങ്. ഇതെന്തോന്നത്? ഹലോ. മീറ്റ് നിരഞ്ജൻ, മൈ ഫ്രണ്ട്, ഫിലോസഫർ, ഗൈഡ്, മൈ ലവർ, വാട്ട് എവർ. നിരഞ്ജന? ഞാൻ എത്ര പറഞ്ഞിട്ട് നീ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. സോ ഐ വാണ്ടഡ് യു ടു മീറ്റ് ഹിം ഇൻ പേഴ്സൺ. സോറി, It had to be in a post-love making session. ബട്ട് എനിക്ക് വേറൊരു ചോയ്സ് ഉണ്ടായിരുന്നില്ല. എനിക്ക് നിന്നെ ഇനി വേണ്ടാന്ന് വിശ്വസിപ്പിക്കാൻ. It's okay. I can understand. These things happen. Maybe I was not good enough. Okay. But Dhwani, how could you? എന്ത് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് പറഞ്ഞു തീർത്തുകൂടായിരുന്നോ? നീ ഇങ്ങനെ ചാടി കയറിയവനൊക്കെ. അതെ സാറേ, കരയണ്ട. കരയാൻ വേണ്ടി മാത്രം ഒന്നും പറഞ്ഞില്ല. അബ്ദു, അബ്ദു അബ്ദു നിരഞ്ജന്റെ വിളിപ്പേര. മറ്റെടുത്ത തണുപ്പാ. ഓ, ഇത്രയും കാശും കൊടുത്ത്. ചുമ്മാ അതല്ല പച്ചാള സുമ പറയുന്നത്. ഈ വലിയ ഹോട്ടലൊക്കെ പത്രാസിയേ ഉള്ളൂ. കിടക്കാ സുഖം ഹൈവേ ലോഡ്ജ് തന്നെയാ. നീ എന്തോന്നാണ് ഈ പറയുന്നത്? പച്ചാള സുമയാര്? അല്ല, അതെന്റെ അകന്ന ബന്ധത്തിലുള്ള ചേച്ചിയാ. ബിസിനസ്സാ. അവര് പറയാറുണ്ട് ഈ വലിയ ഹോട്ടലൊക്കെ വെറുതെയാ, നമ്മുടെ വീടിന്റെ സുഖമൊന്നും വരത്തില്ലെന്ന്. ഹോട്ടലിലൊന്നും അല്ലല്ലോ കാര്യം കൊന്നിക്കേ, മനസ്സല്ലേ. നീ സത്യാണോ പറയണേ? നീ ഇതുവരെ ആരുടെയും കൂടെ? ഇതില് ഞാൻ എങ്ങനെയാ കള്ളം പറയാ?
എന്നെ തൊട്ടപ്പോൾ മനസ്സിലായില്ലേ? ബസ്സിലൊക്കെ കയറുമ്പോൾ ചില അലവലാദികൾ തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ കോളേജിൽ ഓട്ടത്തിലും ചാട്ടത്തിലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. ഓ, എനിക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കുറേ കാലത്ത് മോഹമായിരുന്നു എന്ത്? ഒരു കൂട്ടുകാരൻ്റെ ചേച്ചിയെ. അത് ഇതും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട വല്ലതും തിന്നാൻ മേടിച്ചോണ്ട് വാ. വിശന്ന് കൊടരെ തള്ളക്കി വിളിക്കുന്നു. അയ്യേ, ഇതെന്ത് ഭാഷ? ആ അതങ്ങനെയാ, വിശന്നാ ഞാൻ അങ്ങനെയാ, ഈ ഭാഷയാ. ഇവിടുത്തെ ഭക്ഷണം കൊള്ളില്ല. ഞാൻ പോയി ഇതിന് തൊട്ടപ്പുറത്ത് ഇതിലും വലിയൊരു ഹോട്ടലുണ്ട്. നല്ല പൊറോട്ടയും ബീഫ് ഇറച്ചിയും വാങ്ങിച്ചോണ്ട് വരാം. എനിക്ക് നിന്നോടും തനിച്ച് സംസാരിക്കണം. ഇതിലിനി അധികം സംസാരിക്കാനില്ല. ദിസ് ഇസ് മൈ സ്റ്റേറ്റ്മെന്റ്. ഇത് ഞാൻ കളിച്ച ഡ്രാമയാവാം, ബട്ട് ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് ഐ വോണ്ടഡ് ടു കൺവേ. ആൻഡ് ഐ എം ഡൺ വിത്ത് യു. നിന്റെ ഈ കണ്ണീരും കരച്ചിലും ഒക്കെ ഐ എം പാസ് ദറ്റ് ഫേസ്. You know what? You're a nymph! ക്വൈറ്റ് പോസിബിൾ. പക്ഷേ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നില്ലല്ലോ. Dhwani, please. ഡാ, ഹ, നീ എന്താ ഈ ഹോട്ടലില്? ഈ ഉടുപ്പും കങ്കാണിയൊക്കെ കൊള്ളാലാ. കണ്ടിട്ട് നീ ഇവിടെ താമസിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഡാ, അവിടെ നിന്നടാ. അപ്പൊ എനിക്ക് തരാൻ മാത്രമേ നിന്റെ കാശില്ലാത്തുള്ളൂ അല്ലേ? ശരിക്കും നീ ആരാ? സിയടിയെ മറ്റാണാ? അബ്ദു, നീ അകത്തേക്ക് വാ. ഓ ഓ ഓ, ഇവളെ കൊണ്ടുവരാൻ വേണ്ടിയാണല്ലേ ചങ്കു നീ റൂം എടുത്തത്? ഡി മോളെ, കാശ് മുഴുവൻ മേടിച്ചായിരുന്നോ? അനുഭവം കൊണ്ട് പറയാ, നിന്ന നിപ്പിന് മായാവി കളിക്കുന്ന ഇനുവാ. അല്ല, ഇവൻ നിന്നെ കൊണ്ടുവന്നാണോ നീ ഇവനെ കൊണ്ടുവന്നാണോ? What's happening? ഓ ഓ ഓ, നീ കൊള്ളാവലുടി കൊച്ചേ. ഒരേ സമയത്ത് രണ്ടെണ്ണോ? നിന്നെ കണ്ടാ പറയില്ലാട്ടാ. Who's this bitch? ആഹാ, ആ പരിപാടിക്കൊന്നും എന്നെ കിട്ടത്തില്ലാട്ടാ. പോയേ പോയേ, വിളിച്ചോണ്ട് പോടി രണ്ടെണ്ണത്തിനെയും മിഴിച്ചു നിൽക്കാതെ. നമസ്കാരം, ഞാൻ തങ്ങള്. തൃശ്ശൂരായിരുന്നു ഓപ്പറേഷൻസൊക്കെ. ഒന്ന് സ്ഥലം മാറ്റി പിടിക്കാമെന്ന് കരുതി. കൊച്ചിയിലാണല്ലോ ഈ ഡെവലപ്മെന്റ്സ് ഒക്കെ. എന്താ പേര്? കന്യക, കന്യക മേനോൻ. ഞാനിവിടെ നമ്മുടെ പുന്നൂസ് കോൺട്രാക്ടറുടെ ഒരു ഇടപാടുമായിട്ട് വന്നതാ. ബാംഗ്ലൂർ പഠിക്കുന്ന കൊച്ചാ. തന്തയില്ല, ചത്തുപോയി. തള്ളയുണ്ട്, ഗുണമില്ല. പിന്നെ മൂപ്പർ രണ്ടെണ്ണം പിടിപ്പിച്ച അതൊന്നും നോക്കൂല, വയസ്സായി. അല്ല, ഞാനങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുക, നമുക്കിവിടെ ഒരുമിച്ചൊരു കളി കളിച്ചൂടെ? ഞാൻ ഈ ഫീൽഡിലെന്ന് എങ്ങനെ മനസ്സിലായി? ആനെ കണ്ട പാപ്പാൻ അറിയാൻ മേലെ ഏതാ എന്നോന്ന്. അതുപോട്ടെ, അലുക്കുലുത്ത ആൾക്കാരൊന്നും വേണ്ട. തടി കോൺട്രാക്ടർ, ബിൽഡേഴ്സ്, നല്ല കാശുള്ള രാഷ്ട്രീയക്കാര്, അങ്ങനെ വമ്പന്മാര് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഞാനിവിടെ ഒരു ടീം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. തൃശ്ശൂരായിരുന്നപ്പോൾ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ് നമുക്ക് വലിയൊരു ധൈര്യം കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ആരുമില്ല. അപ്പൊ എങ്ങനാ നമ്മൾ അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോവുമല്ലേ? എനിക്ക് ഹസ്ബൻഡായിട്ടൊന്ന് ഡിസ്കഷൻ ചെയ്യണം. ആയിക്കോട്ടെ, ഇതാണ് എൻ്റെ വിസിറ്റിംഗ് കാർഡ്. ഒറ്റയടിക്കങ്ങ് ടോപ്പിലെത്താനുള്ള ചീട്ടാ ഞാൻ ഈ തന്നേക്കണത്. അതിനുള്ള പൊട്ടൻഷ്യൽ കൊച്ചിനുണ്ടെന്ന് തോന്നിയത് കൊണ്ടാ. മുമ്പ് ഒരുപാട് തവണ പ്രേമിച്ചിട്ടുണ്ടെങ്കിലും പെണ്ണൊരു അത്ഭുതമായിട്ട് തോന്നിയത് ഇപ്പോഴാ. എപ്പോ വേണമെങ്കിലും വരാമല്ലോ. അബ്ദു, പറ്റിപ്പോയടാ. നിന്റെ പെങ്ങളാന്ന് അറിഞ്ഞോണ്ട് തന്നെ നീ ഞങ്ങളോട് ക്ഷമിക്കണം. അളിയ, ഞാൻ ഇവളെയും കെട്ടിക്കൊള്ളാടാ. തുറന്നു.